ഇന്ന് ഇഡലി കൊണ്ടൊരു സൂത്രപ്പണിയാണ് അമ്മമ്മയുടെ മക്കൾക്ക് പറഞ്ഞു തരാൻ പോണത്. അതായത് ഇഡലി അധികം പേർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് അമ്മയ്ക്ക് പറഞ്ഞു തന്നത് അമ്മയുടെ മരുമകൻ ബാലുവാണ്. അത് അമ്മയുടെ കുട്ടികൾക്കും പറഞ്ഞു തരികയാണ്. നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ദോശപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ച് ഉഴുന്ന്, കുറച്ച് നമ്മുടെ സാമ്പാറിന് ഉപയോഗിക്കണ പരിപ്പ്, കുറച്ച് കായത്തിൻ്റെ പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക്, ഇത്തിരി കരിവേപ്പില എല്ലാം കൂടി മൂപ്പിച്ചിട്ട് പൊടിക്കണം. ആദ്യം ഉഴുന്ന് പരിപ്പിടുക. ചീനിച്ചട്ടി വെച്ചത് ചൂടാവുമ്പോൾ ആദ്യം ഉഴുന്ന് പരിപ്പിടുക. ഇതിങ്ങനെ ഇന്ന് ഒരു ദോശ ഒരുത്തന്നെ എറിയണ കണ്ടില്ലേ വീഡിയോ? അതുപോലെ ഇതിങ്ങനെ എടുത്ത് എറിഞ്ഞൂടെ? ആ ലോക്ക്ഡൗൺ ആരും ഇല്ല. ശരി ഇട്ടോളൂ. പരിപ്പിട്ടു, രണ്ടും കൂടി മൂക്കണം. ഇനി കുരുമുളക് ഇടുക, മൂന്നും കൂടെ മൂപ്പിച്ചെടുക്കുക. കരിവേപ്പില, ചീനിച്ചട്ടി മൂത്തു ഇരിക്കണ കാരണം അതേ മുളക് പൊടി അതിലേക്ക് ഇടുകയാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും അത്. മുളക് പൊടി കരിഞ്ഞാൽ കരിച്ചവയാവും, പാടില്ല. ഉപ്പുപൊടിയും കായപ്പൊടിയും ഇതിലേക്ക് തന്നെ ഇടുക. മറന്നുപോയി. മുളക് പൊടി ഇട്ടു, ഉപ്പ് പൊടി ഇട്ടു. ഉപ്പ് പൊടിയാണോ ഉപ്പാണോ? ഉപ്പ് പൊടി ഇല്ല മോനെ, അതാ. അത് വേറെയാണോ? കല്ലുപ്പ് വേറെ, കല്ലുപ്പ് വേറെ. കല്ലുപ്പിനെയാണോ നമ്മൾ ഉപ്പെന്ന് വിളിക്കണേ? രണ്ടിനെയും ഉപ്പെന്ന് തന്നെ നമ്മൾ വിളിക്കും. ആസഫറ്റിയുടെ ഇടൂ. ആസഫറ്റിയുടെ ഇട്ടൂല, ഇടാൻ പോണു. മതിയോ? ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്ത് അളവോ കാണിച്ചില്ലേ കുട്ടികളെ? അവര് കണ്ടു. പിന്നെ ഓരോ വീട്ടിലെ ആളനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഇത്തിരി അധികം ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ല, ചീത്തയായി പോവില്ല. എപ്പോഴും കാലത്തൊക്കെ തിരക്കുള്ളപ്പോൾ എടുക്കാമല്ലോ, ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ. ഇപ്പൊ ലോക്ക്ഡൗണിൽ എന്ത് തിരക്ക്? സമാധാനമായിട്ടിരുന്ന് കഴിക്കും. ശരിയാ. ഇനി ഇത് നല്ലോണം ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നല്ല പട്ട് പോലെ പൊടിഞ്ഞു. ഇത് നോക്കിയിട്ട് ഇതിൽ ഉപ്പ് പോരെങ്കിൽ മാത്രം കുറച്ചുകൂടി ഇട്ട് ഇളക്കാം ആവശ്യക്കാർക്ക്. നല്ല മണം. തുമ്മുപ്പോൾ മിക്സിയിലിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ മിക്സിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം പൊടിക്കാൻ, അല്ലെങ്കിൽ അതിൽ പറ്റിപ്പിടിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡലി കൊണ്ടും കൂടി ഈ പൊടിയും കൂടെ കൂട്ടി ഒരു പ്രത്യേക വിഭവം ഉണ്ടാക്കാം. ഇഡലി ഇഷ്ടമല്ലാത്തവർക്കും കൂടെ അത് നല്ല ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കാക്കാം. വെളിച്ചെണ്ണ വെച്ച് ചൂടായി അതിലേക്ക് നമ്മുടെ ഇഡലി കഷ്ണം മുറിച്ചത് കണ്ട ഇങ്ങനെ ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം, കളറ് മാറി. എന്നിട്ട് പിന്നെയും പറഞ്ഞുതരാം. ഇത് വറുത്ത് കോരി എടുക്കണം. എന്നിട്ട് പിന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞുതരാം. ഈ കളറായാൽ മതി അല്ലേ? അല്ലാണ്ട് ചുമക്കണ്ട, ഇത്ര ആയാൽ മതി. ഇത്തിരി കൂടി ചുമന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇത് മതി. ഇഡലി അമ്മ വറുത്തെടുത്തു. ഞാൻ അതിനെ നമ്മൾ പൊടി ഉണ്ടാക്കിയില്ലേ, അത് ഇതിൻ്റെ മുകളിലിട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി കടുകും കരിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിടുക. ഇഡലിയുടെ മുകളിലേക്ക് കൊട്ടിയിട്ട് ഇളക്കുക. ഇനി മോനെ രസം കഴിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ മമ്മി. സൂപ്പർ സാധനം.
വളരെ ടേസ്റ്റ്. അതുപോലെ പൊടിയുടെ കാര്യം പറയാൻ അമ്മ മറന്നുപോയി, അതും കൂടി ഉണ്ടാക്കണേ. എന്നിട്ട് രണ്ടും കൂടി വേഗം അമ്മയുടെ കുട്ടികൾ പരീക്ഷിച്ചോളൂ, എന്നിട്ട് അമ്മോടും പറയാം.